ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 15 റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ വേക്കപ്പ് സോങ് വന്നായിരുന്നു. ക്യൂൺ സിനിമയിലെ മറ്റേ ആ ഒരു സോങ്ങാണ് വേക്കപ്പ് സോങ്ങായിട്ട് ഇട്ടത്. കിച്ചണിലാണെങ്കിൽ തർക്കം, നിവിൻ ന്യൂറ തർക്കം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെ ഷെയറിങ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയൊരു തർക്കം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. എല്ലാവരും രാവിലെ കിച്ചണിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ആ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അനുമോളും ആര്യനും തമ്മിലൊരു സംസാരവും ഒരുമാതിരി ഒരു പ്രണയത്തിന് തുടക്കമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിക്കുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അനുമോളും ആര്യനും തമ്മിൽ പോയി. ഇനി ഇതൊരു കോംബോ ആകുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പാനി ശരത്ത് അനുമോളുടെയും ആര്യൻ്റെയും സംഭവം ഒന്നും മൈൻഡ് ചെയ്യരുതെന്നാണ് ഇതിലൂടെയും പറഞ്ഞേക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡ് ചെയ്യാനൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആദിലയും അനുമോളും ഈ ഒരു ആര്യൻ്റെ ആ ഒരു കാര്യത്തോട് സംസാരിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നു, ഇവിടെ ഒരു ലവ് ട്രാക്ക് ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് ആര്യ പറഞ്ഞുകൊണ്ട് അനുമോൾ പറയുന്നുണ്ട്. ശാരിക വന്നിട്ടാണെങ്കിൽ ഹോട്ട് സീറ്റ് ഷോ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞു വന്ന സമയത്താണെങ്കിൽ നമ്മുടെ ശാരികയുടെ ഒരു സംസാരം, ശാരിക ഇവിടെ എല്ലാവരുടെയും കൂടെ കിടന്നും കളിച്ചും ചിരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വൻ വിവാദമായി മാറിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഹോട്ട് സീറ്റ് ഷോ ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ സരിക കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെഡ് സോൺ വഴി പുറത്തു പോയിട്ട് തിരിച്ചു വന്ന ശാരിക നല്ല പോലെ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അക്ബറിൻ്റെ സംസാരം കേൾക്കുന്ന നേരത്ത് കഴിഞ്ഞ സീസണിലെ ജിൻഡോയുടെ സംസാരം പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കിച്ചണിൽ നിന്നിട്ടാണെങ്കിൽ റെനയും ആര്യനും അക്ബറും കൂടെ ഒരു പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ചെയ്താണ് കിച്ചൺ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കിച്ചണിൽ വെച്ചാണെങ്കിൽ റെനയും അനുമോളും തമ്മിൽ ഫുഡിൻ്റെ ഓരോ കാര്യം പറഞ്ഞ് ഭയങ്കരമായ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ശരത്തും അനുമോളും ചേർന്ന് അതിശക്തമായിട്ട് റെനെ പറഞ്ഞ ഒരു കാര്യത്തിന് എതിർക്കുന്നുണ്ട്. ഇനി എപ്പോഴാണെന്ന് അറിയാൻ വയ്യ. ശരത്തും അനുമോളും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു പിടുത്തമില്ല. റെനയെ പറ്റി പറയുകയാണെങ്കിൽ വിവരമില്ലായ്മ ഒരു പ്രശ്നമല്ല. പ്രായത്തിന് മൂത്തവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചു കുട്ടി തന്നെയാണ്. അല്ലാതെ നിങ്ങൾ 30 വയസ്സായ ലേഡിയല്ല. അതിനെ പിന്നെ ജെൻഡർ കാർഡാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല. പ്രായത്തിന് മൂത്തവർ എന്ത് കാര്യം പറയുന്നോ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ വന്നിട്ട് ചേച്ചി എന്തിനാ എന്നെ കുട്ടി പെണ്ണെന്നൊക്കെ പറഞ്ഞേ. കാര്യം പറയുമ്പോൾ കാര്യം പോലെ കേൾക്കുക. ഈ പ്രായത്തിലത്തെ കുട്ടികളുടെ രീതി എങ്ങനെയാണ്? ചെറിയ പ്രായമാണെങ്കിൽ പോയി ഇവരൊക്കെ വലിയ എന്തോ എന്നൊരു തോന്നൽ ഈ ഒരു പ്രായത്തിൽപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. ഒരു വലിയ ഒരു കാര്യം പറയാം പിന്നെ അമ്മച്ചി, ദിസ് നോട്ട് ഫെയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. റെനെ എന്തിനാണ് ആ ഒരു കിച്ചണിലേക്ക് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഒന്നും കിട്ടതായപ്പം ചുമ്മാ വന്നൊന്ന് അനുമോളെ ചൊറിനൊരു കണ്ടന്റ് ഉണ്ടാക്കുന്ന തന്നെയാണ് കയറി വന്നത്. അത് ഒരുപാട് ശരിയാണ്. റെനെ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണെന്ന് നമ്മുടെ റെനെ വന്ന് ജിസലിനോട് പറഞ്ഞുണ്ട്. ഒന്ന് ട്രിഗറാക്കാൻ നോക്കിയാണെന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ട്. റെനെ മറ്റൊരു കാര്യം പറഞ്ഞുണ്ട്, അനുമോളെ കള്ളിയെന്ന് വിളിക്കുന്നത് എൻ്റെ ഒരു ഗെയിമാണെന്ന് ആര്യ പറഞ്ഞുകൊണ്ട് റെനെ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്ത് അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ തൊട്ട് അവിടെ നന്നായിട്ട് ആക്റ്റീവായി കളിക്കുന്ന ആൾക്കാരുടെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഒരു മഹാ അത്ഭുതം കാര്യം കാണാൻ വേണ്ടി പറ്റി. നോമിനേഷൻ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ പോലും രേണു സുധി വന്നിട്ടൊന്ന് വാ പൊക്കിയല്ലോ എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റി. അത് പറയാൻ വേണ്ടി ആണെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ രേണു സുധിയുടെ ഒരു പൊടി പോലും പിന്നെ കാണുന്നില്ല, ഗെയിമുമില്ല, ഒന്നുമില്ല. ഇവരെയാണ് ഇവിടെ വിന്നറാക്കണമെന്ന് പറഞ്ഞ ഇറങ്ങി ഗെയിം കളിക്കണം. ഇവിടെ ചുമ്മാ വന്നിട്ട് രേണു ജിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിവരമില്ലായ്മ വിളിച്ച് പറയരുത് ഇവിടെ ആരും. അവിടെ രേണുവിന് അവിടെ ഗെയിമില്ല. ഇപ്പോൾ ഈ നോമിനേഷൻ ചെയ്യാൻ വേണ്ട സമയത്താണ് രേണു അവിടെ കണ്ടത്. പിന്നെ ഒരു വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിലാഷും ഒനിയൽ പോയിട്ട് നിന്നിട്ട് പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ അഭിലാഷ് ഒരുപാട് ഒതുങ്ങി നടക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു നോമിനേഷൻ സമയത്താണെങ്കിൽ കലാഭവൻ സരിക രേണു സുധിയെ പറ്റി പറഞ്ഞ ഒരു പോയിൻറ്റ് കറക്റ്റാണ്. കൃത്യമായ കാര്യമാണ് സരിക അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ കലാഭവൻ സരിക ശാരിക ഇഷ്യൂവിനെ പറ്റി പിന്നെ അവിടെ ഒരു ചോദ്യം പോലെ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു തമാശ എന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു ഷോയുടെ ഭാഗമായിട്ട് അവിടെ ഒരു വാക്ക് പറഞ്ഞതിന് കലാഭവൻ സരിക ഇത്ര വികസിപ്പിച്ചെടുത്തെങ്കിൽ അത് കണ്ടൻറ്റാണ്. ആ ഒരു കാര്യം അവർ കണ്ടൻറ്റാക്കി മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചിരിച്ചും കളിച്ചും മറ്റുള്ളവരെ കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞു. മറ്റുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പുരുഷന്മാർ മാത്രം അവിടുത്തെ സ്ത്രീകളായിക്കൂടെ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടൻറ്റിന് വേണ്ടി ഈ ഒരു സരിക കളിച്ചു തന്നെ ഒരു കാര്യമാണ്.
ചെറിയ ഒരു കാര്യം ഊതി പെരുപ്പിച്ചാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകാൻ. അതൊരു കണ്ടൻറ്റ് ആണ് നടന്നേക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞ് സരിക അവിടെ കരയുന്നുണ്ട്. പിന്നെ അടവാണല്ലോ ഈ ഒരു കരച്ചിൽ. പിന്നെ കലാഭവൻ സരികയുടെ ആ ഒരു ഇഷ്യൂ ബിന്നിയും ശാരികയും തമ്മിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഇതൊരു ചെറിയ വിഷയമാണ്. ഇതിനെ ഊതിപ്പെരുപ്പിച്ച് ഒരു പുറത്തേക്കൊരു വലിയ വിഷയമാക്കി മാറാൻ വേണ്ടി ഇവിടെ കലാഭവൻ സരിക ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കണ്ടത്. അതൊരു ചെറിയ ഒരു ഇഷ്യൂവിന് ഇത്രയും പെരുപ്പിച്ച് അതൊരു കണ്ടൻറ്റാണോ? പിന്നെ ഇതിനെപ്പറ്റി വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു കലാഭവൻ സരികയും ശാരികയും തമ്മിൽ ഒരു കോംപ്രമൈസായി ഭയങ്കര കെട്ടിപ്പിടിച്ച് കരുന്നുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ഈ കലാഭവൻ സരികയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ട് നല്ല സ്ത്രീയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുലസ്ത്രീ എന്നൊക്കെ ഞാൻ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുമോൾ വീണ്ടും കരയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കള്ളി എന്ന് റെന വിളിച്ചെന്നുള്ള കാര്യം വെച്ച് അവിടെ അനുമോളും ഒരു മൂലക്കിരുന്ന് കരയുന്നുണ്ട്. നെവിൻ ഒരു കാര്യം പറഞ്ഞുണ്ട്, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കാണാൻ ആഗ്രഹം ഇല്ലാത്തൊരു വ്യക്തി അത് അക്ബറാണെന്നാണ് നെവിൻ പറയുന്നത്. അഭിലാഷിനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അഭിലാഷ് പറയുന്നു, ഞാൻ ഈ ഷോയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിഷയമാവോ, ലാലട്ടനെ പിടിക്കുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, വീട്ടുകാരെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംസാരങ്ങളൊക്കെ പോയി ഒരുമാതിരി അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അഭിലാഷ്. ഓഡിഷൻ വന്ന ഒരു അഭിലാഷിനെ കണക്കല്ല ഇപ്പോഴൊന്നും ബിഗ് ബോസ് അഭിലാഷിനെ പറ്റി പറയുന്നുണ്ട്. കിച്ചണിൽ ഒരു കാര്യം പറഞ്ഞ സമയത്താണെങ്കിൽ അനുമോൾ പറഞ്ഞു, എനിക്കിനി ഈ ടീമിൽ നിൽക്കാൻ വേണ്ടി വയ്യ, ക്യാപ്റ്റൻ എന്തോ പറഞ്ഞറിയപ്പോൾ സമയത്ത് അപ്പാനി ശരത്തും അനുമോൾ തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്കും വാക്കുതർക്കവും ഉന്തും തള്ളും അങ്ങനെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. അപ്പാനി ശരത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് സമയത്ത് എനിക്ക് മറ്റേ അപ്പാനി രവിയെ കണക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. എന്തെങ്കിലും ഒരു വലിയ ഒരു പ്രശ്നം നടക്കുന്ന നേരത്തും ഈ റെന അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഒരുമാരിയില്ല എന്ത് തേങ്ങയാണ് അവിടെ കാണിക്കുന്നത്. ആ കൊച്ചിനൊന്ന് അടങ്ങി നിന്നുകൂടെ, ഒരുമാരിയില്ല വലിയ തമ്മിൽ സംഭവിക്കേണ്ട ഇടയിൽ കൂടെ കയറി ഒരുമാതിരി കോമാളത്തിനെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു അക്ബറും ശരത്തും അനുമോളെ നന്നായിട്ട് കയറി അങ്ങ് ഫയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് രീതിക്കുള്ള ഒരു വിമർശനം എന്നാൽ പോലെ അനുമോളെ അങ്ങ് നിർത്തി പോരിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. കാര്യം പറയാം, അനുമോൾ ഇവിടെ ഒരു പക്ക കണ്ടൻറ്റ് മേക്കറാണ്. അനുമോൾ നല്ലപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും വരുന്നൊരു കണ്ടൻറ്റാണത്. ഈ ഒരു അനുമോളുടെ വിഷയം പറയാൻ വേണ്ടി ശരത്തും അനീഷ് തമ്മിൽ ബാത്റൂം ഏരി വെച്ച് ഒരു സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ആദ്യമായിട്ടാണ് ഒന്ന് ഇത്ര സോഫ്റ്റായി സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് അനുമോൾ ശരത്ത് തമ്മിൽ വീണ്ടും വന്ന് കോംപ്രമൈസ് ആവുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവർ തമ്മിൽ വീണ്ടും ഒന്നാവുന്നുണ്ട്. ഒരു കാര്യത്തിനെ പറ്റി അക്ബറും ശരത്തും ആ ഒരു ബെഡ്റൂമിൽ പോർന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നൊരു ക്ലാരിറ്റി മാത്രം കിട്ടുന്നില്ല. നെവിൻ ജിസേലിനെ പറ്റി ഒരു കാര്യം പറഞ്ഞുണ്ട്. ജിസേൽ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്, അത് കാണുന്നവർക്ക് എങ്ങനെ കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയും നെവിൻ പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലൊരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് നെവിൻ പറയുന്നത്. എല്ലാം ഒന്ന് ഒതുങ്ങിയ സമയത്താണെങ്കിൽ ഷാനവാസും ശരത്ത് തമ്മിൽ തർക്കം. ഷാനവാസ് പറയുന്നു ഷാനവാസിനെതിരെയാണ് ഗെയിം കളിക്കുന്നത്, അങ്ങനെ ഒരു സംസാരം. ഈ ഒരു ഷാനവാസ് പറഞ്ഞ ഒരു കാര്യം ഹൗസിൽ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു ശരത്ത് എനിക്കെതിരെയാണ് ഗെയിം കളിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഷാനവാസ് ശരത്ത് തമ്മിൽ തെറ്റിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ജിസയിലും അക്ബർ ശരത്ത് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ എപ്പിസോഡ് തീരുകയാണ്. ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 15 റിവ്യൂ.